ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട ഒരു സംഭവം. സോ ഞാൻ ഒരുപാട് സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ ട്യൂട്ടോറിയൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് കാസ്ട്രോ ഫാൻസ് ഉണ്ടല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ കൂടി നമുക്ക് കാസ്ട്രോയുടെ ഫോട്ടോ വെച്ച് ചെയ്യാം. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. സോ ഞാനിവിടെ കാസ്ട്രോയുടെ 2 ഫോട്ടോസ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇവിടെ വീഡിയോസിലാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഫോട്ടോസ് എന്താ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഫോട്ടോസ് ആകുമ്പോൾ അലൈറ്റ്മോഷനിൽ അധികം ലാഗ് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ട്യൂട്ടോറിയൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വീഡിയോസ് ആണെങ്കിൽ അവിടെ ലാഗ് ഫീൽ ചെയ്താൽ നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ലെയറും ഇത് സെക്കൻഡ് ലെയറുമായിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെയറാണ് എനിക്ക് സ്പ്ലിറ്റായിട്ട് പോവേണ്ട ലെയർ. ഈ ഒരു സെക്കൻഡ് ലെയർ, അതായത് കാസ്ട്രോയുടെ രണ്ടാമത്തെ ലെയറാണ് നമുക്ക് സ്പ്ലിറ്റായിട്ട് വരേണ്ടത്. അതിൻ്റെ ഉള്ളിൽ കൂടെ വരേണ്ടത് ഈ ഒരു ലെയറാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ സെൻട്രലായിട്ടൊരു മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാർക്ക് അവിടെ നിന്നാണ് എനിക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് വരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു മാർക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെയർ ഫുള്ളായിട്ടും സെക്കൻഡ് ലെയർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് ലെയറിലോട്ട് വന്നതിന് ശേഷം എഫക്റ്റിൽ പോയിട്ട് നിങ്ങൾ മാറ്റ് മാസ്ക് കീ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക, വൈപ്പ് എഫക്റ്റിന് വേണ്ടി സെർച്ച് ചെയ്യുക. അപ്പോൾ അത് കിട്ടും. ഓക്കെ, സോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറിൽ വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലെയർ, നമ്മുടെ ഫസ്റ്റ് ലെയർ എടുത്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ഫസ്റ്റ് ലെയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സെക്കൻഡ് ലെയർ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് ലെയറിലോട്ട് വന്നിട്ട് വൈപ്പ് എഫക്റ്റ് സ്റ്റാർട്ട് 50% ആക്കി കൊടുക്കുക. കറക്റ്റ് 50% കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. കറക്റ്റ് 50%. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ഹൈഡ് ചെയ്തിട്ട് സെക്കൻഡ് ലെയർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ പോയിട്ട് നിങ്ങൾ ഫസ്റ്റ് ലെയർ നമ്മൾ സ്റ്റാർട്ടിലാണ് ചെയ്തത്. അതുകൊണ്ട് സെക്കൻഡ് ലെയർ നമ്മൾ എൻഡിലോട്ട് വന്നിട്ട് 50% ആക്കി കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ. ഓക്കെ, സോ നമ്മൾ രണ്ടും കറക്റ്റ് സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഏത് റേഷ്യോയിലാണെങ്കിലും കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യുക വൈപ്പ് എഫക്റ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെയർ അൺഹൈഡ് ചെയ്താൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു മാർക്കിലോട്ട് വരാം. ഇവിടെ നിന്നാണല്ലോ നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവുക. നമ്മൾ പൊസിഷനിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എൻഡിങ്ങിൽ കീ ഇതുവരെ ഏതുവരെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും ഡിസ്റ്റൻസിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു എൻഡിങ്ങിലെ ലെയറിലോട്ട് വന്നതിന് ശേഷം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. പുറത്തേക്ക് നമ്മുടെ ആ ഒരു ഫ്രെയിമിൻ്റെ പുറത്തോട്ട് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു ഗ്രാഫ് ആഡ് ചെയ്യണം. സോ നമുക്ക് ഏത് ഗ്രാഫ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇതാണ് സ്ലോ ആയിട്ട് വരേണ്ട ഒരു ഗ്രാഫ്. ഇതാണ് കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവും, ഇത് കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവും, ഇത് കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവും. ഇതാവുമ്പോൾ കുറച്ചുകൂടി സ്പീഡും ഉണ്ടാവും, ഒരു സ്മൂത്തും ഉണ്ടാവും. ഇതാവുമ്പോൾ നല്ല സ്പീഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും രീതിയിലുള്ളൊരു ഗ്രാഫാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എല്ലാത്തിലും ഈ ഒരു ഗ്രാഫിനെയാണ് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റത്തെ ലെയറിൽ എല്ലാതും കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി സെക്കൻഡ് ലെയറിലോട്ട് വരിക. ഫസ്റ്റ് ലെയറിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തത് അതേപോലെ തന്നെ സെക്കൻഡ് ലെയറിലും ചെയ്യുക, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട്. സോ നമ്മൾ പൊസിഷനിൽ തന്നെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. രണ്ടാമത്തെ കീ ഫ്രെയിം ഇങ്ങോട്ട് നമ്മുടെ കീ ഫ്രെയിം ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഫ്രെയിമിൻ്റെ പുറത്തോട്ട് കൊണ്ടുപോയിട്ട് കളയുക. അതിനുശേഷം നമ്മൾ ആ ഒരു ഗ്രാഫ് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ രണ്ടും കറക്റ്റായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കാസ്ട്രോയുടെ അവസാനത്തെ ലെയർ ഇതാണല്ലോ നമുക്ക് വരേണ്ടത്. അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കാണാം. ഇനി നമുക്ക് എന്തായാലും ഇതിൽ പണി തുടങ്ങാം. നമ്മൾ സെക്കൻഡ് ലെയറിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നിട്ട് നിങ്ങൾ സ്കെയിൽ എടുക്കുക. സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നിട്ട് സ്കെയിൽ എടുത്തതിന് ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിങ്ങിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ കീയിലോട്ട് വന്നിട്ട് സൂം ഔട്ട് ചെയ്യുക ഒരു ഇത്രയൊക്കെ. എന്നിട്ട് അതെടുത്തിട്ട് ആ ഒരു ഡ്രാഗ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, അത് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഒരു സ്പ്ലിറ്റായിട്ട് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നൊരു ഫീല് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ നേരത്തെ ഏത് ഗ്രാഫാണോ ആഡ് ചെയ്തത് അതന്നെ ഇവിടെ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിലും ഒരേ ഗ്രാഫായിരിക്കും, ഒരേ രീതിയിലായിരിക്കും എല്ലാത്തിൻ്റെയും പെർഫോമൻസ് വരുന്നത്, എല്ലാത്തിൻ്റെയും സ്പീഡ് ഒരേ രീതിയിലായിരിക്കും. ഇത്രേ ഉള്ളൂ ഈ ഒരു ട്രാൻസിഷൻ. ഇനി നമുക്ക് കുറച്ച് ഫിനിഷിങ് വർക്കൊക്കെ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എല്ലാത്തിലും കൊണ്ടുപോയിട്ട് മോഷൻ ബ്ലർ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് മോഷൻ ബ്ലർ ആഡ് ചെയ്യാം.
എല്ലാ ലെയേഴ്സിലും. നിങ്ങൾക്ക് എന്നിട്ട് മോഷൻ ബ്ലറിൻ്റെ വാല്യൂസ് കുറക്കണം എന്നുണ്ടെങ്കിൽ കുറക്കാം, കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം. ഓക്കെ, സോ ഞാൻ എല്ലാത്തിലും മോഷൻ ബ്ലർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ലെയറിൽ എന്തെങ്കിലും ബോർഡേഴ്സ് ആൻഡ് ഷാഡോയിൽ എന്തെങ്കിലും ചെയ്യാം. ഷാഡോ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബോർഡേഴ്സ് ആഡ് ചെയ്യാം. യുവർ ചോയ്സ്, ഫുള്ളി യുവർ ചോയ്സ്. ഓക്കെ, സോ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു ഷാഡോ മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ ലെയറിലോട്ട് ലെൻസ് ബ്ലർ എന്തെങ്കിലും ബ്ലർ ആഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ, ജസ്റ്റ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ബ്ലർ ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ലെയർ മാറ്റിയിട്ട് നിങ്ങൾക്ക് അവിടെ വേറെ ഏതെങ്കിലും ഓവർലേസ് ഫിറ്റ് ചെയ്യാം. യുവർ ചോയ്സ്. ഒക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലെയർ കൊടുത്തത്. ഇനിയിപ്പോൾ അവിടുത്തെ ആ ഒരു കളറ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് ഹ്യൂ ഷിഫ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കളർ ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ സ്പ്ലിറ്റ് സ്ക്രീൻ. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊരു സീക്വൻസ് ആക്കിയിട്ട് മാറ്റാം. അതായത് ഒരു ലെയർ ആക്കിയിട്ട് മാറ്റാനായിട്ട് ഞാൻ റെക്റ്റാങ്കിൾ ആഡ് ചെയ്യാണ്. അതിനുശേഷം സ്ട്രെച്ച് ടു സ്ക്രീൻ ചെയ്യാണ്. അതിനുശേഷം ഞാൻ എല്ലാ ലെയേഴ്സും സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യാനായിട്ട് പോകണം, നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, സോ ഇത് നമുക്കൊരു ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലെയറിൽ എന്ത് ട്രാൻസിഷൻസ് വേണമെങ്കിലും ആഡ് ചെയ്യാം, ജസ്റ്റ് ഒരു ലെയറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ കൂടുതലായിട്ട് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.